തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മുഖം രക്ഷിക്കാൻ വിട്ടുവീഴ്ചയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ആദ്യപടിയെന്നോണം ഗവർണർക്ക് നിരുപാധികം വഴങ്ങി. സർവകലാശാലകളിലെ നിയമനക്കാര്യത്തിൽ ഗവർണറുമായി തൽക്കാലം ഇനി കൊമ്പുകോർക്കേണ്ടെന്നാണ് പിണറായിയുടെ തീരുമാനം എന്നറിയുന്നു. ഗവർണറുമായുണ്ടായ ഏറ്റുമുട്ടൽ ഗുണം ചെയ്തില്ലെന്ന് CPM-ഉം സർക്കാരും തിരിച്ചറിഞ്ഞെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെയാണ് സാങ്കേതിക സർവകലാശാല VC-യായി ഡോക്ടർ സിസ തോമസിനെ നിയമിക്കാൻ ഒടുവിൽ മുഖ്യമന്ത്രി സമ്മതിച്ചത്. ഡോക്ടർ സിസ തോമസ് ബുധനാഴ്ച ചുമതലയേൽക്കുകയും ചെയ്തു. ഡോക്ടർ സിസ തോമസിനെ VC-യായി ഒരു കാരണവശാലും നിയമിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു നേരത്തെ പിണറായി. പിണറായിയുടെ ബദ്ധശത്രുവായിരുന്ന മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡോക്ടർ സിസ തോമസിനെ താൽക്കാലിക VC-യായി നേരത്തെ നിയമിച്ചതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. യോഗ്യതയുടെയും കാര്യശേഷിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഗവർണർ സിസ തോമസിനെ നിയമിച്ചതെങ്കിലും പാർട്ടിയും സർക്കാരും വ്യക്തിപരമായി അവരെ നിരന്തരം വേട്ടയാടി. സാങ്കേതിക സർവകലാശാല VC-ആയിരുന്ന ഡോക്ടർ MS രാജശ്രീയുടെ നിയമനം സുപ്രീം കോടതി അസാധുവാക്കിയതിനെ തുടർന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന്റെ സമ്മതം കൂടാതെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ സീനിയർ ജോയിന്റ് ഡയറക്ടറായിരുന്ന ഡോക്ടർ സിസ തോമസിനെ താൽക്കാലിക VC-യായി നിയമിച്ചതോടെയാണ് സിസ തോമസ് ആദ്യം സർക്കാരിന്റെ കണ്ണിലെ കരടായത്. സർവീസിൽ നിന്നും വിരമിച്ച് 2 വർഷക്കാലം സിസയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചിരുന്നു. നിരവധി തവണ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ കയറിയിറങ്ങിയ ശേഷമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ തന്നെ ലഭിച്ചത്. സർവീസിൽ നിന്നും വിരമിക്കുന്ന ദിവസം അച്ചടക്ക നടപടിക്ക് വിധേയയാക്കാനും സർക്കാർ ശ്രമിച്ചു. ഒപ്പം സിസയുടെ താൽക്കാലിക VC നിയമനങ്ങളെല്ലാം നിരന്തരം കോടതികളിൽ സർക്കാർ ചോദ്യം ചെയ്തിരുന്നു. സജി ഗോപിനാഥ് കാലാവധി പൂർത്തിയാക്കി ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്ന് വിരമിച്ചതോടെ ആരിഫ് മുഹമ്മദ് ഖാൻ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക VC-യായി നിയമിക്കുകയായിരുന്നു. ഡിജിറ്റൽ സർവകലാശാലയിൽ നടന്ന കോടികളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തി ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ഗവർണർ CAG-യോട് ആഡിറ്റ് നടത്താൻ ഉത്തരവിടുകയും ചെയ്തതോടെ സിസ തോമസും സർക്കാരുമായുള്ള ഏറ്റുമുട്ടൽ മൂർധന്യത്തിലായി. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ഗവർണർക്ക് ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്ത സിസയുടെ നടപടികളെ അപലപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സിസ തോമസിനെ VC-യായി നിയമിക്കുന്നതിനെ മുഖ്യമന്ത്രി ശക്തിയുക്തം എതിർക്കുകയും ചെയ്തിരുന്നു. സെർച്ച് കമ്മിറ്റി അക്ഷരമാല ക്രമത്തിൽ സമർപ്പിച്ച ഡിജിറ്റൽ സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയുമായ 2 പാനലിലും ഉൾപ്പെട്ടിരുന്ന സിസ തോമസിനെ മുൻഗണനാ പട്ടികയിൽ അവസാന പേരായാണ് ഗവർണർക്ക് മുഖ്യമന്ത്രി സമർപ്പിച്ചത്. ഒപ്പം സിസയെ ഒഴിവാക്കേണ്ടതിന്റെ കാരണങ്ങളും അക്കമിട്ട് നിരത്തിയിരുന്നു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ യശസ്സിന് കളങ്കം വരുത്തിയതായും കേരള യൂണിവേഴ്സിറ്റി VC-യുടെ ചുമതല വഹിച്ചപ്പോൾ സിൻഡിക്കേറ്റ് യോഗം അനാവശ്യമായി പിരിച്ചുവിട്ട് സർവകലാശാലാ ഭരണത്തിൽ ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായും KTU VC-ആയിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് രേഖകൾ കടത്തിയതുമായുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. സെർച്ച് കമ്മിറ്റി 2 പാനലുകളിലും പേര് ഉൾപ്പെടുത്തിയിരുന്ന ഡോക്ടർ സിസ തോമസിനെ KTU-യിലും കോഴിക്കോട് NIT-യിലെ പ്രൊഫസർ ഡോക്ടർ പ്രിയ ചന്ദ്രനെ ഡിജിറ്റലിലും അക്കാദമിക മികവിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കണമെന്നതായിരുന്നു ഗവർണറുടെ നിലപാട്. എന്നാൽ സജി ഗോപിനാഥിന് ഡിജിറ്റൽ സർവകലാശാലയിൽ നിയമിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള തർക്കം ഒഴിവാക്കുന്നതിനു വേണ്ടി ഗവർണർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ VC-യായി നിയമിക്കാൻ സമ്മതിക്കുകയായിരുന്നു. സജി ഗോപിനാഥിന്റെ നിയമനം ഉറപ്പാക്കിയതോടെ സിസയ്ക്കെതിരെ കഴിഞ്ഞ 3 വർഷമായി സർക്കാർ ഉന്നയിച്ചിരുന്ന സിംഗിൾ അജണ്ടയിൽ നിന്ന് മുഖ്യമന്ത്രി പൊടുന്നനെ പിന്നോക്കം പോവുകയായിരുന്നു. VC-മാരുടെ നിയമനങ്ങളിൽ സുപ്രീം കോടതി നേരിട്ട് ഇടപെടുന്നതും മുൻ സുപ്രീം കോടതി വിധികൾക്ക് വിരുദ്ധമായി കോടതി സ്വയം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും അനുചിതമെന്ന് പരസ്യ നിലപാട് കൈക്കൊള്ളുകയും VC നിയമനങ്ങളിൽ സർക്കാരുമായി കൊമ്പുകോർക്കുകയും ചെയ്ത ഗവർണർ വിശ്വനാഥ് ആർലേക്കറാണ് 2 VC-മാരെയും നിയമിച്ചത്. 4 വർഷമാണ് VC-മാരുടെ കാലാവധി. റിട്ടയർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റിയോട് പാനലിൽ ഉൾപ്പെടുത്തിയവരുടെ മുൻഗണനാക്രമം നിശ്ചയിച്ചു നൽകാൻ വെള്ളിയാഴ്ച സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം സെർച്ച് കമ്മിറ്റി ഓൺലൈനായി 2ാം തവണ വീണ്ടും കൂടുന്നതിനിടെ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും യോജിച്ച നിലപാടുകൾ സെർച്ച് കമ്മിറ്റി ചെയർമാനെ അറിയിക്കുകയായിരുന്നു. ധൂലിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് കൈമാറി. സർക്കാരിന്റെ ക്രിസ്മസ് വിരുന്നിന് ഗവർണറെ ക്ഷണിക്കാൻ ലോക് ഭവനിൽ എത്തിയ മുഖ്യമന്ത്രി ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് VC നിയമനത്തിൽ ധാരണയിലെത്തിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ മന്ത്രിമാരായ P രാജീവും R ബിന്ദുവും ഗവർണറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ VC-മാരുടെ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയിച്ചിരുന്നു. എങ്കിലും ഗവർണർ വഴങ്ങിയിരുന്നില്ല.
മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വരാത്തതിലുള്ള അനിഷ്ടം അദ്ദേഹം മന്ത്രിമാരോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയോടെയാണ് ഗവർണറുടെ നിലപാടിലും മാറ്റം വന്നത്.